ഹായ് ഓൾ, വെൽക്കം ടു മൈ റെസിപ്പി വീഡിയോസ്. കുറച്ച് മുമ്പ് ട്രെൻഡിങ്ങിലുണ്ടായ മസാല ഷവായൻ്റെ റെസിപ്പി വെച്ചിട്ട് നമുക്കിന്നൊരു മന്തി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 10-13 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെക്കുന്നുണ്ട്. മുളകൊന്ന് സോക്കായി വരുമ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 13 ചെറിയുള്ളിയും 13 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു കൈ നിറയെ മല്ലിച്ചപ്പ്, പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച മുളകും, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനേഗറും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ചിക്കനിലേക്ക് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കനെല്ലാം കത്തി വെച്ച് കുത്തിയതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കിയെടുത്ത മസാല ഒന്ന് ചിക്കനിലേക്ക് പുരട്ടി ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ മസാലയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കാം, അത് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സമയമില്ലെങ്കിൽ വേണമെങ്കിൽ 1 മണിക്കൂറോളം വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മണിക്കൂറോളം വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെല്ലാം എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്കുള്ള മസാലയും ഈ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനിടയ്ക്ക് മന്തിൻ്റെ അരി 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കണം. അത് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കുക്കായി വന്നതിന് ശേഷം വിസിലെല്ലാം പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കനെല്ലാം എടുത്തിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ചിക്കനും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായി വരുമ്പോൾ എല്ലാം ഒന്ന് അടിമറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ആയി വന്നാൽ ഇത് കോരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി കുക്കറിലുണ്ടായ ഗ്രേവി എടുത്തിട്ട് നേരത്തെ പൊരിച്ച അതേ പാനിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇളക്കി ഇത് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലേ ചിക്കനിലേക്ക് ആ വറ്റിച്ച ഗ്രേവിയും കൂടി പിടിക്കൂ. അപ്പം ചിക്കനെല്ലാം എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കനെല്ലാം മിക്സ് ആയതിന് ശേഷം ചിക്കൻ ഗ്രേവിയോടെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് വേറൊരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഉണക്ക നാരങ്ങയും ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുഴുവൻ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല 1 ടേബിൾ സ്പൂൺ മസാല മാറ്റി വെക്കുന്നുണ്ട്. ആ മസാലയും ഒരു ബോക്സ് മാഗി ക്യൂബ്, അതിനുള്ളിൽ 2 എണ്ണം ഉണ്ടാവും, ആ 2 മാഗി ക്യൂബും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുക്കായി വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും പകുതി മാറ്റി വെക്കാം. അത് വലിയ ചോറ് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. അപ്പം ഈ മസാലയിൽ നിന്നും പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ഏലക്ക, ഗ്രാമ്പു, പട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നേരത്തെ 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച അരിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അരിയൊന്ന് കുക്കായി വരുമ്പോൾ ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കിയ മസാലേൻ്റെ മേലിൽ ഒരു സ്റ്റെപ്പായിട്ട് കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല ആ പകുതി മസാല, ആ മസാലയും ഇട്ടിട്ട് അതിൻ്റെ മേലിൽ വീണ്ടും കുറച്ച് ചോറ് ഇട്ടിട്ട് അതിൻ്റെ മേലിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും ഇട്ട്
കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്യാൻ വെക്കാം. അപ്പം നമ്മളെ 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഷവായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനെല്ലാം മാറ്റിയിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഷവായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.